ലോകത്തെ വിറപ്പിച്ച പശ്ചിമേഷ്യൻ മഹായുദ്ധം 40 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ ലോകം മുഴുവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അമേരിക്കയുടെ മുന്നിൽ ഇറാൻ പതറാതെ നിന്നത്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതെ, ബഹിരാകാശത്ത് പോലും ചാര കണ്ണുകളോടെ അമേരിക്കൻ സൈനിക താവളങ്ങളും അവരുടെ നീക്കങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ച ഇറാൻ ജനത, ഇറാന്റെ പട്ടാളം അതിനുള്ള മറുപടിയാണ് അവർക്ക് നൽകിയത്. ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ എത്തുമ്പോൾ ഇറാൻ വിജയിച്ചു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ബഹിരാകാശത്ത് ചൈന കൊടുത്ത അവരുടെ ബ്രഹ്മാസ്ത്രം തന്നെയാണ്. ഇന്ന് പറയുന്നത് ആ ബ്രഹ്മാസ്ത്രത്തെ കുറിച്ചാണ്. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇറാന്റെ ഇത്തരം രീതികളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട ഒരു പോരാട്ടത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തോക്കുകളും മിസൈലുകളും സംസാരിക്കുന്നതിന് മുൻപേ വിവരശേഖരത്തിന്റെ ലോകത്ത് ആര് വിജയിക്കുന്നുവോ അവരായിരിക്കും യുദ്ധഭൂമിയിലെ യഥാർത്ഥ നിയാന്തക്കൾ എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. അതായത് ഇറാന്റെ വിജയമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇറാൻ അതീവ രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ആഗോള ആധിപത്യം കൈപ്പിടിയിൽ ഒതുക്കാൻ ബഹിരാകാശത്തെ പോലും ആയുധമാക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങൾക്ക് അതേ നാണയത്തിൽ ഇറാൻ നൽകിയ മറുപടി കൂടിയാണിത്. അതെ, അമേരിക്കൻ താവളങ്ങളെ നിരീക്ഷിക്കാൻ ചാര കണ്ണുകളുമായി ഇറാൻ ബഹിരാകാശത്തെ തന്റെ ആയുധം സജ്ജമാക്കി കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അറിവാണ് കരുത്ത് എന്ന തത്വം യുദ്ധഭൂമിയിൽ ഇറാൻ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ, യുദ്ധക്കപ്പലുകളുടെ നീക്കങ്ങൾ, അത്യാധുനിക വിമാനങ്ങളുടെ വിന്യാസം എന്നിവ തത്സമയം നിരീക്ഷിക്കാൻ ഈ ഉപഗ്രഹ സംവിധാനത്തിലൂടെ ഇറാന് സാധിച്ചു. പതിറ്റാണ്ടുകളായി ഉപഗ്രഹ നിരീക്ഷണത്തിലൂടെ ലോകത്തെ മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ ഓരോ നീക്കവും ശത്രുവിന്റെ കണ്ണിലുണ്ട് എന്ന തിരിച്ചറിവ് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ ചാരക്കണ്ണുകളെ അന്ധമാക്കാൻ ശേഷിയുള്ള പ്രതിരോധം ഇറാൻ കെട്ടിപ്പടുത്തതോടെ അമേരിക്കയുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോവുകയാണ്. കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റെൽത്ത് വിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും ഇറാന്റെ ആകാശത്ത് പരാജയപ്പെട്ടത് കേവലം സാങ്കേതിക തകരാറല്ല, മറിച്ച് വിവരശേഖരണത്തിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വത്തിന്റെ ഫലമാണത്. അമേരിക്കൻ മിസൈലുകൾ എവിടെ പതിക്കുമെന്നും സൈനിക നീക്കങ്ങൾ എപ്പോൾ ഉണ്ടാകുമെന്നും മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞ ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ബജറ്റുള്ള രാജ്യത്തെ വെറും കാഴ്ചക്കാരാക്കി മാറ്റി. വർഷങ്ങളായി അമേരിക്ക വിപണനം ചെയ്തിരുന്ന അജയ്യമായ സൈനിക ശക്തി എന്ന പ്രതിച്ഛായ ഇറാന്റെ കൃത്യമായ ആസൂത്രണത്തിന് മുൻപിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇറാൻ സ്വന്തമാക്കിയ ഈ ഉപഗ്രഹ സാങ്കേതിക വിദ്യ കേവലം ഒരു വാണിജ്യ ഇടപാട് മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയുള്ള വലിയൊരു ആഗോള സഖ്യത്തിന്റെ അടയാളം കൂടിയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തളച്ചിടാമെന്ന അമേരിക്കൻ മോഹങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണിത്. ചൈനയെ പോലൊരു വൻ ശക്തിയുടെ സാങ്കേതിക പിന്തുണയോടെ ഇറാൻ കെട്ടിപ്പടുത്ത ഈ നിരീക്ഷണ വലയം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അധിനിവേശത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്നത് തന്നെയാണ്. ആധുനിക യുദ്ധങ്ങളിൽ ശത്രുവിനെ കാണാൻ കഴിയുന്നവനാണ് യഥാർത്ഥ പോരാളി. ഇവിടെ അമേരിക്കൻ സൈനികർ ഇരുട്ടിൽ തപ്പിയപ്പോൾ ഇറാൻ വെളിച്ചത്തിലിരുന്ന് ഓരോ നീക്കവും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുകയും കൃത്യമായി അതിനുള്ള മറുപടി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ ആധുനിക കാലത്തെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വെറും ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമൊന്നുമല്ല, മറിച്ച് സാങ്കേതിക വിദ്യകൾ തമ്മിലുള്ള മത്സരമാണെന്ന് ഈ സാഹചര്യം പറയുന്നുണ്ട്. യുദ്ധഭൂമി ഇന്ന് കരയിലും കടലിലും ആകാശത്തും മാത്രമായി ഒതുങ്ങുന്ന ഒന്നുമല്ല, അത് ഭൂമിക്ക് മുകളിലെ ഭ്രമണപഥത്തിലേക്ക് വരെ വ്യാപിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ ഇന്ന് സൈനിക നീക്കങ്ങളുടെ കണ്ണും കാതുമായിട്ട് മാറിയിട്ടുണ്ട്. ശത്രുവിന്റെ സൈനിക താവളങ്ങൾ, വിമാനങ്ങളുടെ വിന്യാസം, പ്രതിരോധങ്ങളിലെ പാളിച്ചകൾ എന്നിവ നിശബ്ദമായി നിരീക്ഷിക്കാനും കൃത്യമായി വിശകലനം ചെയ്യാനും സാധിക്കുന്നതിലൂടെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ വിജയം ഉറപ്പിക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. ഇതേ വിദ്യ തന്നെയാണ് ഇറാൻ ഇവിടെ പയറ്റി വിജയിച്ചതും. അതായത് അമേരിക്കൻ സൈന്യത്തിന്റെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കാൻ ഇറാൻ ഉപയോഗിച്ച ഈ ഉപഗ്രഹ സാങ്കേതിക വിദ്യ യുദ്ധതന്ത്രങ്ങളിൽ വിവരശേഖരണത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് കാട്ടിത്തരുന്നതാണ്. പരമ്പരാഗത യുദ്ധരീതികളിൽ വിശ്വസിച്ചിരുന്ന വൻ ശക്തികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ശത്രുവിന്റെ രഹസ്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഇറാന്റെ ഈ ശേഷി യുദ്ധക്കളത്തിലെ ബാലൻസിനെ പാടെ മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളെയും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെയും നിഷ്പ്രഭമാക്കാൻ ഇത്തരം ബഹിരാകാശ നിരീക്ഷണങ്ങൾക്ക് കഴിയുമെന്ന് ഈ 40 ദിവസത്തെ പോരാട്ടം തെളിയിക്കുകയും ചെയ്തു.
എന്തുകൊണ്ടാണ് ഇറാന്റെ മുന്നിൽ അമേരിക്ക തോൽവി സമ്മതിച്ചത്? അതിന്റെ ഉത്തരം കൂടിയാണ് ബഹിരാകാശത്തെ ഇറാന്റെ ഈ ചാരക്കണ്ണുകൾ. വർഷങ്ങളായി തങ്ങൾക്കുണ്ടായിരുന്ന സാങ്കേതിക ആധിപത്യം ഇറാന്റെ കരുത്തുറ്റ നീക്കങ്ങൾക്ക് മുന്നിൽ തകരുന്നതാണ് അമേരിക്ക കണ്ടിട്ടുള്ളത്. വെടിയൊച്ചകൾ കേൾക്കുന്നതിന് മുൻപേ ശത്രുവിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി പ്രതിരോധം തീർക്കാൻ ഇറാന് സാധിച്ചതോടെ ആഗോള സൈനിക ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമാണ് അവിടെ കുറിക്കപ്പെട്ടത്. വിവരങ്ങൾ കൈവശമുള്ളവൻ യുദ്ധം ഭരിക്കുമെന്ന സത്യം ഇവിടെ ഒരിക്കൽ കൂടി ശരിവെക്കുന്നതാണ്. അമേരിക്കയുടെ വമ്പൻ സൈനിക ബജറ്റിനും അത്യാധുനിക ആയുധങ്ങൾക്കും നൽകാൻ കഴിയാത്ത സുരക്ഷയാണ് കൃത്യമായ വിവര ശേഖരണത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ഇറാൻ നേടിയെടുത്തത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഉപഗ്രഹങ്ങൾ നിർണായക ആയുധങ്ങളായി മാറുന്ന ഈ പുതിയ യുദ്ധ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കാനുള്ള കരുത്ത് ഇറാൻ ആർജിച്ചെടുത്തു കഴിഞ്ഞു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ യുദ്ധം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണല്ലേ. ആയുധങ്ങളുടെ എണ്ണമോ സൈനികരുടെ കരുത്തോ മാത്രമല്ല വിജയം നിശ്ചയിക്കുന്നത്, മറിച്ച് ശത്രുവിനെ എത്രത്തോളം ആഴത്തിൽ അറിയാൻ കഴിയുന്നു, അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. തന്ത്രപരമായ സഖ്യങ്ങളിലൂടെ ഇറാൻ കൈവരിച്ച ഈ നേട്ടം ലോകത്തിലെ ഏതൊരു വൻ ശക്തിയെയും വെല്ലുവിളിക്കാൻ തങ്ങളെ പ്രാപ്തരാക്കിയെന്ന് അടിവരയിടുന്നുണ്ട്. തങ്ങൾ ഒരുക്കി വെച്ച കെണിയിൽ അമേരിക്കയും ഇസ്രായേലും ചെന്ന് ചാടിയത് ഇറാന്റെ ഈ അദൃശ്യമായ വിവരശേഖരണ ശേഷിയെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെയാണ്. എന്തായാലും 40 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കൻ അഹങ്കാരത്തെ മുട്ടുകുത്തിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പുതിയ ചരിത്രം ഇറാൻ എഴുതി ചേർത്തിരിക്കുന്നു എന്നത് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും ഈ യുദ്ധമുഖത്തെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രവും കരുത്തുറ്റ പ്രതിരോധവും ഇറാൻ തന്നെയാണ് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. ലോകം ഇത്രത്തോളം ആകാംക്ഷയോടെയും വിസ്മയത്തോടെയും തന്നെയാണ് പശ്ചിമേഷ്യയിലെ മാറ്റങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്ന് വെറുമൊരു നിരീക്ഷണ ദൗത്യമാണോ, അതോ ശത്രുവിന് മേൽ ഇറാൻ ഏൽപ്പിക്കാൻ പോകുന്ന അടുത്ത വലിയ പ്രഹരത്തിന്റെ പ്രാരംഭ ഘട്ടമാണോ എന്ന് പോലും അമേരിക്കയും സഖ്യകക്ഷികളും ഒരുപോലെ വേട്ടയാടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. വലിയ യുദ്ധങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് വെടിയൊച്ചകളിലൂടെ ഒന്നുമല്ല, മറിച്ച് അതീവ നിഗൂഢമായ നിശബ്ദതയിലാണ്. ആ നിശബ്ദതയ്ക്ക് മുകളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും അവരുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളെയും നിത്യവും നിരീക്ഷിച്ചുകൊണ്ട് ഒരു ഉപഗ്രഹം ഇന്ന് ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നു. TEE-01B എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹം ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഇറാന്റെ അസാമാന്യമായ ബുദ്ധിശക്തിയുടെ അടയാളം തന്നെയാണ്. ചൈനീസ് സ്വകാര്യ സ്ഥാപനമായിട്ടുള്ള എർത്ത് ഐ വികസിപ്പിച്ച ഈ അത്യാധുനിക സംവിധാനം ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് വിഭാഗത്തിന് കൈമാറപ്പെട്ടത് എന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. സാധാരണ ആയുധ ഇടപാടുകളെക്കാൾ എത്രയോ സങ്കീർണവും ബുദ്ധിപരവുമായ രീതിയിലാണ് ഈ കൈമാറ്റം നടന്നിട്ടുള്ളത്. ഇൻ ഓർബിറ്റ് ഡെലിവറി എന്ന നൂതനമായ മാതൃകയിലൂടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ വാണിജ്യ വിക്ഷേപണമായി തോന്നിയ ദൗത്യം ആകാശത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക ആയുധമായി മാറുകയായിരുന്നു. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ വിരിഞ്ഞു മുറുക്കാമെന്ന് അഹങ്കരിച്ച അമേരിക്കൻ ഭരണകൂടത്തിന് ലഭിച്ച ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ് ഈ ഉപഗ്രഹ ചാരക്കണ്ണുകൾ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ നിന്നുകൊണ്ട് ശത്രുവിന്റെ ഓരോ ശ്വാസോച്ഛ്വാസവും പോലും നിരീക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഈ ഉപഗ്രഹം യുദ്ധകളത്തിലെ വിവരശേഖരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോന്ന് തന്നെയാണ്. അമേരിക്ക എവിടെയൊക്കെ ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നും അവരുടെ അടുത്ത നീക്കം എങ്ങോട്ടാണെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ ഈ സംവിധാനത്തിലൂടെ ഇറാന് അസാധ്യമായി കഴിഞ്ഞു. നിശബ്ദമായി ശത്രുവിന്റെ ബലഹീനതകൾ പഠിക്കുകയും കൃത്യമായ സമയത്ത് പ്രഹരിക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഈ രീതി ഇപ്പോൾ അഭിനന്ദനാർഹം തന്നെയാണ്. അതിന് കൂടെ നിന്നത് ചൈനീസ് ബുദ്ധിയാണെന്ന് മാത്രം. എന്തായാലും ഈ യുദ്ധത്തെ എങ്ങനെയാണ് ഇറാൻ കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അമേരിക്കയുടെ തോൽവി ആരംഭിച്ചതും അതേ ബഹിരാകാശത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.